സുഹൃത്തുക്കളെ, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറപ്പിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇന്ന് ഏഷ്യാനെറ്റിൽ വന്ന പൂരം ചിത്രീകരണത്തിനെതിരെ, കുടമാറ്റത്തിനെതിരെ വന്ന ഒരു ദൃശ്യം നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ്. ഇതാണ് തൃശ്ശൂരിന്റെ സൗന്ദര്യമുള്ള ആ ദൃശ്യം, ലഹരി പുതുക്കുന്ന ആ ദൃശ്യം, അനങ്ങാൻ കഴിയാതെ ലോകത്തെ ഏറ്റവും നയനാഭിരാമമായ കാഴ്ച എന്ന് പറയപ്പെടുന്ന ഇവിടേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ലോക മനസ്സ്, മലയാളി മനസ്സ്. പാറമേക്കാവിന്റെ മഞ്ഞക്കുടകൾ തത്സമയം തന്നെ ചെറുപ്പക്കാരൻ ഈ ഒരു ആൾക്കൂട്ടത്തിൽ ഏതൊരു ചെറുപ്പക്കാർ ഒരു ബാനർ ഉയർത്തുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ആ ആൾക്കൂട്ടത്തിന്റെ ചുവലിൽ തന്നെയാണ് അയാൾ നിൽക്കുന്നത്. ഇളം പച്ച നിറം. വണക്കം വണക്കം മക്കളെ, വേടൻ ഇനിയും തുടരും. ചെറുപ്പക്കാരുടെ ഒരു ആവേശമാണ്. വേടൻ തുടരും എന്നാണ് ആ ചെറുപ്പക്കാർ എഴുതി വെച്ചിരിക്കുന്നത്. വണക്കം 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 മക്കളെ, വേടൻ ഇനിയും തുടരും എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഒരു ചെറുപ്പക്കാരെങ്ങനെ ഉയർത്തിപ്പിടിച്ചത്. അത് നമ്മുടെ തൃശ്ശൂർ നഗരത്തില് തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റം നടക്കുന്നതിനിടയ്ക്കാണ് ആ ഒരു രണ്ട് പാറമേക്കാവിന്റെ തിരുമ്പവമ്പാടിയുടെയും നടുക്ക് നിന്ന് ഒരു ചെറുപ്പക്കാരൻ വേറൊരു സുഹൃത്തിന്റെ തോളിൽ കയറി നിന്ന് ഒരു ബാനർ ഉയർത്തി കാണിക്കുന്നത്. വണക്കം 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 മക്കളെ, ഈ വേടൻ ഇനിയും തുടരും. മോഹൻലാലിന്റെ സിനിമയുടെ ആ പേര് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബോർഡ് ആ ഒരു ചെറുപ്പക്കാരൻ ഉയർത്തിയത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, നമ്മളിത് കണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റ് വാർത്തയിലാണ് നമ്മളിപ്പോൾ എഴുതാ വേടൻ തുടരുന്നു പറയുന്ന ആ ഒരു ചെറുപ്പക്കാര ആവേശം നമ്മൾ കണ്ടത്. എത്ര ആവേശത്തോടാണ് ആ മാപ്രകൾ ഈ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചെന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴാണ് 2 ദിവസം മുമ്പ് വേടന്റെ ഒരു ജീവിതാവസ്ഥയിൽ എന്ത് തരത്തിലുള്ള വാർത്ത കൊടുക്കാനാണ് ഏഷ്യാനെറ്റ് ശ്രമിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാ ഞാൻ പറഞ്ഞത്, കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറപ്പിക്കുന്ന പരിപാടി വേടനുണ്ടെന്ന്. 2 ദിവസം മുമ്പ് വേടൻ അറസ്റ്റിലായ സമയത്ത് ഏഷ്യാനെറ്റിന്റെ സ്ക്രോൾ എഴുതിപ്പോയത് ഇങ്ങനെയാണ്: കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം. നമുക്കറിയാം, കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നല്ല ആ വരി എന്നും, അത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നാണ് അതിൻ്റെ എക്സാക്റ്റ് വരി എന്ന് നമുക്കറിയാം. പക്ഷേ എത്ര നിമിഷം കൊണ്ടാണ്, എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ അതുവരെയുള്ള ജീവിതം റദ്ദ് ചെയ്യപ്പെടുന്ന രീതിയിൽ, ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ തോന്നിയത്. എത്ര ഈസി ആയിട്ടാണ് ഒരു വാർത്ത കൊടുത്തത്. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ് ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്തത്. ആ ഒരു ഏഷ്യാനെറ്റിനെതിരെ വേടന് ജാതീയ അധിക്ഷേപം, ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഒരു പരാതി കൂടി പോയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് പരാതി പോയി നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് വളരെ പതുക്കെ തൻ്റെ അധികൃത ലൈഫിൽ നിന്ന്, സാധാരണ കൂലിപ്പണിക്കാരിൽ നിന്ന് ഉയർന്നു വന്ന് സ്വന്തമായി പാട്ടെഴുതി, സ്വന്തമായി ആ പാട്ടിനെ ട്യൂൺ ചെയ്ത് അത് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നിന്നിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് നാട്ടുകാരെ മുമ്പിൽ പാടി ആ പാട്ട് നാട്ടുകാർക്ക് ഇഷ്ടമായി, നാട്ടുകാരെ ഏറ്റുപാടുന്നു. 1000-ഓ 2000-ഓ 10000-ഓ അല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, NG സുകുമാർ പറയുന്ന പോലെ 10000-ഓ അല്ല ഇദ്ദേഹത്തിന്റെ പരിപാടി കാണാൻ വരുന്നത്. പലപ്പോഴും പരിപാടിയിലെ ആളുകളെ എണ്ണം കൊണ്ട് പരിപാടി പകുതിക്ക് വെച്ച് നിർത്തേണ്ട ഗതികേട് പോലും ഉണ്ടാവുന്നതാണ്. അത്രയ്ക്കധികം ആളുകൾ ഈ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരു ചെറിയ അളവിലുള്ള കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ കയറുന്നത്. ഇദ്ദേഹം സമ്മതിക്കുന്നു, ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, ഞാൻ അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ആ ഒരു കഞ്ചാവ് ഒരു പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ വീട്ടിലേക്ക് വരാവുന്ന ആ ഒരു സമയത്തുള്ള ഒരു ചെറിയ കുഞ്ഞു കേസ് മാത്രമാണ്. പക്ഷേ അതിനെ തുടർന്ന് ആ കേസ് മാറുന്നു, അവന്റെ നെഞ്ചത്ത് തൂങ്ങിക്കെടുക്കുന്ന പുലിപ്പലിലേക്ക് കയറുന്നു. ആ സമയം കൊണ്ട് ഏഷ്യാനെറ്റിൽ സ്ക്രോൾ വന്നു പോയ സുഹൃത്തുക്കളെ, കഞ്ചാവ് തുന്നിയിട്ട് കുപ്പായമെന്ന്. അത് ഭീകരമായിട്ടും അത് തീർച്ചയായിട്ടും അത് വേടെന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാക്കുള്ള ശ്രമമാണെന്നുള്ള ഒരു സംശയമില്ല. അത് ഭയങ്കര ചർച്ചയുമായി എല്ലാ ചാനലുകളും ഈ ഒരു സംഗതി ചർച്ചയാക്കിയെടുത്തു. സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ചയാക്കിയെടുത്തു എന്ന് മനസ്സിലാക്കണം. അതേ ഏഷ്യാനെറ്റിലാണ് വേടന് വേണ്ടിയിട്ട് ഉയർന്ന ബോർഡിനെ കുറിച്ചിട്ട് ആ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് ഇത്രയ്ക്ക് ആവേശത്തോടെ അവർ വായിക്കുന്നത്. മാപ്രകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിനും അപ്പുറം. ബൈ.